ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കന്നഡയിൽ നിന്നും ഇറങ്ങുന്ന ഒരു പുതിയൊരു ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന തക്ക രീതിയിലുള്ള ഒരു സിനിമയാണ് ബഗീര എന്ന് പറയുന്നത്. ശ്രീമുരളിയാണ് നായകനായിട്ട് വരുന്നത്. സൂരി എന്ന് പറയുന്ന ഒരാളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സൂരി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കപ്സയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ആയിട്ടൊക്കെയാണോ അല്ലെങ്കിൽ ഒപ്പം ഡയറക്റ്റ് ചെയ്തിരിക്കുക, അങ്ങനെ എന്തൊക്കെയോ പരിപാടിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. സോ കപ്സ പറയണ്ടല്ലോ, വേറെ ലെവൽ പടമായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയുടെ ഇൻട്രസ്റ്റ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒന്നാമത്തെ കാര്യം ശ്രീമുരളി എന്ന് പറയുന്ന നടനാണ്. അദ്ദേഹത്തിന്റെ ഉഗ്രം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി KGF ശേഷം പ്രശാന്ത് നീൽ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ ആ ഒരു എന്താ പറയുക ക്രാഫ്റ്റിംഗ് മികവ് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പടങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടവരൊക്കെ എന്തായാലും ഉഗ്രം കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശ്രീമുരളിയോട് അത്രയ്ക്കധികം ആരാധന തോന്നിപ്പോയിട്ടുള്ള ഒരു സിനിമയാണ് ഉഗ്രം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ഒരു സിനിമ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പൊ നിങ്ങളത് കാണുകയാണെങ്കിൽ അതൊരു കാലം തെറ്റി കാണുന്ന ഒരു സിനിമ അനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കണ്ടവർക്ക് അതിന്റെ ആ വില എന്താന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു ബഗീര എന്ന് പറയുന്ന പടത്തിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. എൻ്റെ അമ്മോ, വിഷ്വലൊക്കെ വേറെ ലെവലാണ്. KGF പോലത്തെ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, സൊസൈറ്റി ബിക്കംസ് എ ജംഗിൾ. എൻ്റെ അമ്മോ, അണ്ണൻ വന്താർ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് KGF, കാന്താര, സലാർ, കുംബാലെ ഫിലിംസ്, ബ്ലഡ് ബാത്ത് ആക്ഷൻ. മോനെ, ബഗീര എൻ്റെ അമ്മ, ആ ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വൈകിട്ട് ഹാപ്പി ബർത്ത്ഡേ റോറിംഗ് സ്റ്റാർ ശ്രീമുരളി. സ്ക്രീൻ പ്ലേ ഡയലോഗ് ഡയറക്റ്റഡ് ബൈ സൂരി. ഇതിൻ്റെ ഒപ്പം റൈറ്റിംഗ് ക്രെഡിറ്റ്സ് കൊടുത്തിരിക്കുന്നത് പ്രശാന്ത് നീലിനും കൂടി കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈൻ ആയിരിക്കും. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത്. കാസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് പ്രകാശ് രാജിനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രീമുരളിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ഗ്യാപ്പ് ആയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. അത്രയും നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ ആയിരിക്കണം. പുതിയൊരു ആക്ഷൻ ബെഞ്ച് മാർക്ക് ഈ ഒരു സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പറയാൻ പറ്റുള്ളൂ. സോ ഇതിന് മുമ്പ് കന്നഡയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു സമയത്ത്, അതായത് ഒരു 2000-ന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയിൽ ശിവരാജ് കുമാറൊക്കെ ഒരു ഓൾ ഉണ്ടാക്കി, ഡോം എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത്. അതിന് ശേഷമൊക്കെ ഒരു ഓൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് ശ്രീമുരളി അഭിനയിച്ചിട്ടുള്ള ആ ഒരു ഉഗ്രം എന്ന് പറയുന്ന സിനിമയായിരിക്കും. കാരണം അതൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പടമായിരുന്നു. ആക്ഷനിൽ കന്നഡ ഇൻഡസ്ട്രിയിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കിടിലൻ പടം തന്നെയായിരുന്നു ഉഗ്രം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. സോ അത് മാത്രമല്ല, പ്രശാന്ത് നീലിന്റെ കഥകളിലൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സാധനങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സിനിമയാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഈ ഒരു ബഗീര എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ടീസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കിഡിലൻ ഫ്രെയിമുകളാണ്, കിഡിലൻ സിനിമാറ്റോഗ്രാഫി, ഒന്നും പറയാനില്ല. മ്യൂസിക് അല്പം ലൗഡായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു കന്നഡ പടങ്ങളിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ലൗഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റ് ശ്രീമുരളിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ലൗഡായിട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നിയത് നമ്മുടെ മമ്മൂട്ടിയുടെ ആ ഒരു ബി ഉണ്ണികൃഷ്ണന്റെ ഒപ്പം ഒരു പടം വന്നിട്ടുണ്ടായിരുന്നല്ലോ, വിജിലാൻഡെ കോപ്പ് എന്ന് പറഞ്ഞിട്ട്, എന്താണ് അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വലിയൊരു ലൗഡായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. സോ അതർവൈസ് എനിക്കെല്ലാം കൊണ്ടും ഇതിൽ ആക്ഷൻ സീക്വൻസ്, ഇതിൽ വയലൻസ് കാണിച്ചിരിക്കുന്നത് ചുമ്മാ തീ സാധനങ്ങളായിരുന്നു. വാഴയുടെ ഉള്ളിൽ കൂടെയൊക്കെ മറ്റേ വാളിറക്കിയിട്ടുള്ള ആ ഒരു സീനൊക്കെ സൂപ്പർ ആയിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും ആ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും കണ്ടിരിക്കും. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.